നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ത്യ ആറ്റിക് എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഭാഗത്തിൽ നാം കണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിറ്റ്ലർ എന്ന ഏകാധിപതി യഹൂദ ജനതയെ ഒന്നടങ്കം നിഷ്കരണം കൂട്ടക്കുരുത്തി നടത്തുന്ന വാർസോ എന്ന പട്ടണത്തിൽ തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട സ്പിൽമാൻ എന്ന യുവ പിയാനിസ്റ്റ് തൻ്റെ ജീവൻ നിലനിർത്തുവാൻ തകർന്നു കിടക്കുന്ന ഒരു കൂട്ടം കെട്ടിടങ്ങൾക്കിടയിൽ ഒരു വീടിൻ്റെ മച്ചിൻ പുറത്ത് വിശപ്പും ദാഹവും ഏകാന്തതയും സഹിച്ച് കാലങ്ങളോളം കഴിച്ചുകൂട്ടുന്നതാണ്. ഒരു ദൈവദൂതനെ പോലെ അവിടെ എത്തുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരൻ സ്പിൽമാന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആ ജർമ്മൻ ഓഫീസർ തൻ്റെ പട്ടാള യൂണിറ്റിനൊപ്പം വാർസോ വിട്ടു പോകും മുന്നേ സ്പിൽമാനെ കണ്ട് യാത്ര പറയാനെത്തുന്നതുവരെയാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ടത്. മനുഷ്യത്വത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു ഓർമ്മിപ്പിക്കൽ പോലെ ആ ഓഫീസറുടെ വാക്കുകൾ ആ മച്ചിൻ പുറത്ത് മുഴങ്ങിക്കേൾക്കുന്നു. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? So, let's get started with the next part of our chapter. Just hang on for a few more weeks. The war will be over by spring at the latest. ഇനി കുറച്ചാഴ്ചകൾ കൂടി ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. വസന്തകാലം ആകുമ്പോഴേക്കും യുദ്ധം അവസാനിക്കും, അദ്ദേഹം പറഞ്ഞു. The voice fell silent. I did not know if the officer was still there or he had gone. അവിടെ മാകെ നിശബ്ദത വീണ്ടും പടർന്നു. ഓഫീസർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ പോയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. But suddenly he spoke again. You must hang on. Do you hear? ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അദ്ദേഹം വീണ്ടും ചോദിച്ചു. His voice sounded harsh, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. അതായത് അവൻ്റെ ശബ്ദം വളരെ ഘനഗംഭീരമായിരുന്നു. ഒരു നിർദ്ദേശം നൽകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഓർഡർ നൽകുന്നത് പോലെ ഉറച്ച ശബ്ദത്തിലാണ് അയാൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ യുദ്ധം നമുക്ക് അനുകൂലമായി അവസാനിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് ദ ഓഫീസർ സ്പോക്ക് ഇൻ സ്ട്രോങ് ഫേം വേ, ലൈക്ക് എ കമാൻഡർ ഗിവിംഗ് ആൻ ഓർഡർ. ദ വേ ഹി സ്പോക്ക് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ഹി ട്രൂലി ബിലീവ്ഡ് വിതൗട്ട് എനി ഡൗട്ട് ദാറ്റ് ദ വാർ വുഡ് എൻഡ് ഇൻ their favor. His confidence and tone were so strong that it made Spillman start to believe it too. Only then I did hear the quiet sound of the attic door closing. അപ്പോൾ മാത്രമാണ് ഞാൻ ആറ്റിക്കിൻ്റെ വാതിൽ പതിയെ അടയ്ക്കുന്ന ശാന്തമായ ശബ്ദം കേട്ടത്. മോണോട്ടനസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയുമില്ലാതെ വളരെ വിരസമായി ദിവസങ്ങളും ആഴ്ചകളും പലത് കടന്നുപോയി. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതായത് ദ വീക്സ് ഫെൽറ്റ് ബോറിംഗ് ആൻഡ് സെയിം എവറി ഡേ. ദെർ വാസ് നോ എക്സൈറ്റ്മെൻറ്റ് ഓർ ഹോപ്പ് ഫോർ തിങ്സ് ടു ഗെറ്റ് ബെറ്റർ. ടൈം കെപ്റ്റ് മൂവിങ് ബട്ട് നത്തിങ് സീം ടു ചേഞ്ച് ആൻഡ് ഇറ്റ് ഓൾ ഫെൽറ്റ് സാഡ് ആൻഡ് പോയിന്റ്ലെസ്. അതാണ് മൊണോട്ടനസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി ഫയർ എന്ന് വെച്ചാൽ ഈ പീരങ്കിയിൽ നിന്നുള്ള വലിയ വെടിയൊച്ചയ്ക്കാണ് ആർട്ടിലറി ഫയർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വർഷങ്ങളായി ഈ ആറ്റിക്കിലിരുന്നു കൊണ്ട് ദിവസേന അദ്ദേഹം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തോക്കുകളുടെയും അതുപോലെ പീരങ്കി വെടിയൊച്ചയും ഇപ്പോൾ കേൾക്കാതെയായി എന്നാണ്. There were days when not a single shot broke the silence. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഏകനായി കഴിഞ്ഞിരുന്ന സ്പിൽമാൻ ആകെ കേട്ടിരുന്നത് കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ മാത്രമാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് വെടിയൊച്ചകൾ കുറഞ്ഞു വരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. There were days when not a single shot broke the silence എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിലും വെടിവെപ്പിൻ്റെ ശബ്ദം കേൾക്കാതെയായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. Soldiers went up and down the stairs. സൈനികർ പടികൾ കയറി ഇറങ്ങി നടക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. Often bringing large packages up to the attic and fetching others down. അവർ എന്തൊക്കെയോ വലിയ പാക്കറ്റുകൾ മുകളിലേക്ക് കൊണ്ടുപോവുകയും മറ്റെന്തൊക്കെയോ മടക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. But my hiding place was well chosen. No one ever thought of searching the loft. ആ ജർമ്മൻ പട്ടാളക്കാരൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒളിയിടം വളരെ വെൽ ചോസൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടം പരിശോധിക്കുവാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല. On 12th December, the officer came for the last time. ഡിസംബർ 12 ആ ഉദ്യോഗസ്ഥൻ അവസാനമായി ഇദ്ദേഹത്തെ കാണാനെത്തുകയാണ്. He brought me a larger supply of bread than before and a warm eiderdown. ഇത്തവണ അദ്ദേഹം വന്നപ്പോൾ മറ്റെപ്പോഴത്തേക്കാൾ കൂടുതൽ ബ്രെഡ് ലോഫ്സ് കൊണ്ടുവന്നിരുന്നു. കൂടാതെ വളരെ ഊഷ്മളമായ ഒരു കമ്പിളിയും. എയ്ഡർ ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, വളരെ സോഫ്റ്റായ ബ്ലാങ്കറ്റ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹി ടോൾഡ് മീ ഹി വാസ് ലീവിംഗ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹാർട്ട്.
തൻ്റെ പട്ടാള യൂണിറ്റുമായി താൻ വാർസോ വിടുകയാണെന്നും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ഇരിക്കണമെന്നും അദ്ദേഹം എന്നെ ഉപദേശിച്ചു. അതായത്, ഇഫ് ഐ എക്സ്പ്ലെയിൻ ഇൻ സിമ്പിൾ വേർഡ്സ്, ദിസ് മീൻസ് ദ ഓഫീസർ സെഡ് ഹി വാസ് ലീവിംഗ് ദ സിറ്റി ഓഫ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി യൂണിറ്റാണ്. He also told Spillman to stay strong and not give up no matter what. The phrase on no account means under no circumstances, absolutely not. Lose heart എന്ന് പറഞ്ഞാൽ feel discouraged or hopeless. In short, the officer was saying, even though I'm leaving, you must stay hopeful and not to give up. But how will I survive the street fighting? I asked anxiously. പക്ഷേ ഈ യുദ്ധത്തിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years, he replied, it's obviously God's will for us to live. ഇൻഫെർനോ എന്ന് പറഞ്ഞാൽ ലാർജ് ഫയറിനാണ് ഇൻഫെർനോ എന്ന് പറയുന്നത്. The word inferno here does not mean just a fire, but it is used to describe the hell-like situation they have been through, full of pain, fear, destruction and suffering. ഇവിടെ ഇൻഫേർൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ യുദ്ധത്തിൽ ആ മനുഷ്യർ അനുഭവിക്കുന്ന നരകതുല്യമായ സാഹചര്യത്തിൻ്റെ തീവ്രതയെ കാണിക്കാൻ വേണ്ടിയാണ്. 1 or 2 അല്ല, വർഷം 5 ആയിരിക്കുന്നു നരകസമാനമായ ഈ കൊടും യാതന ആരംഭിച്ചിട്ട്. ഇതുവരെ അവിടെ ആ മച്ചിൻപുറത്ത് ഏകനായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്പിൽമാൻ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം ആ ജർമ്മൻ ഓഫീസറായിരുന്നുവെന്ന് നമുക്കറിയാം. ഇത് അദ്ദേഹവും യാത്ര പറഞ്ഞു പോവുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ സ്പിൽമാന് ധൈര്യം പകർന്നുകൊണ്ട് ആ ഓഫീസർ പറയുകയാണ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ us to live. He believes that their survival is not an accident. He thinks it must be a part of God's plan, that God wants them to live for some purpose. അതായത്, നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷമായി ഈ യാതനകൾ അതിജീവിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ഒരിക്കലും യാദൃച്ഛികമല്ല, മറിച്ച് ഇറ്റ്സ് ഓബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ us to live. അതായത്, ഇത് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ്. ദിസ് ലൈൻ ഷോസ് faith and hope even in the worst situations. It also shows how people find strength in their belief in God or destiny when life becomes unbearable. It teaches us about human courage, survival and the power of hope. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനുഷ്യൻ കാത്തുസൂക്ഷിക്കുന്ന അവൻ്റെ വിശ്വാസവും പ്രതീക്ഷയുമാണ്. എത്ര അസഹനീയമായ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യൻ കാത്തുസൂക്ഷിക്കുന്ന ദൈവവിശ്വാസത്തെ അല്ലെങ്കിൽ അവൻ്റെ വിധിയിലുള്ള വിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. അതാണ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മധൈര്യത്തെയും അതുവഴി അവൻ നടത്തുന്ന അതിജീവനവും പ്രത്യാശയുടെ ശക്തിയുമാണ് ആ മനുഷ്യൻ്റെ വാക്കുകളിൽ ഇവിടെ വ്യക്തമാകുന്നത്. We had already said goodbye and he was about to go when an idea came to me at last moment. ഞങ്ങൾ ഇതിനകം തന്നെ യാത്ര പറഞ്ഞിരുന്നു. അദ്ദേഹം പോകാൻ തിരിഞ്ഞ ആ അവസാന നിമിഷത്തിൽ എനിക്ക് ഒരു ആശയം തോന്നി. I had long been racking my brains for some way of showing him my gratitude. അദ്ദേഹത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള വഴി ഏറെ നാളായി ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് വെരി ഹാർഡ് ഓർ ട്രൈയിങ് ഹാർഡ് ടു ഫിഗർ ഔട്ട് സംതിങ് എന്നാണ്. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് urgently. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വളരെ ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങി. I never told you my name. You didn't ask me, but I want you to remember it. ഞാൻ എൻ്റെ പേര് നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ ആകട്ടെ ഒരിക്കലും ചോദിച്ചതുമില്ല. പക്ഷേ നീ അത് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Who knows what may happen? എന്താണ് നടക്കാനിരിക്കുന്നതെന്ന് ആർക്കറിയാം. You have a long way to go home. നിനക്ക് വീട്ടിലേക്ക് ഇനി പോകാൻ ഏറെ ദൂരം ബാക്കിയാണ്. If I survive, I certainly be working for Polish radio again. I was there before the war. ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്യും. യുദ്ധത്തിന് മുൻപ് ഞാൻ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, റിമെമ്പർ മൈ നെയിം, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. അതായത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ എൻ്റെ പേര് തീർച്ചയായും ഓർത്തു വയ്ക്കുക, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഹാഫ് ഷൈ ആൻഡ് എംബാരസ്ഡ്. But I felt I had given him pleasure with my naive wish to help him. എന്ന് പറഞ്ഞാൽ പതിവ് പോലെ അല്പം ലജ്ജയും ലാളിത്യവുമുള്ള ഒരു പുഞ്ചിരി അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഓഫർ അദ്ദേഹത്തിന് വളരെ സില്ലിയായി തോന്നാമെന്നെങ്കിലും അത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നാണ്.
The first hard frost came in the middle of December, which means the weather got very cold and thick ice started to appear around the middle of December. എന്ന് പറഞ്ഞാൽ ആ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ പകുതി ആയപ്പോഴേക്കും അതികഠിനമായ ശൈത്യം അനുഭവപ്പെട്ടു തുടങ്ങിയെന്നാണ്. ക്രിസ്മസ് കെയിം ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, the sixth Christmas and New Year celebrations of the war, and the worst I had known. ക്രിസ്മസും അതിന് പിന്നാലെ 1945 പുതുവത്സരവും വന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള 6ാമത്തെ ക്രിസ്മസ് ഞാനിതുവരെ കണ്ടതിൽ വെച്ച് അത്യന്തം ദുഷ്കരമായ ഒന്ന്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. എന്ന് പറഞ്ഞാൽ പുറത്ത് വീശിയടിക്കുന്ന കാറ്റിൻ്റെ കനത്ത ശബ്ദം കേട്ടുകൊണ്ട് ഞാനങ്ങനെ ഇരുട്ടിൽ കിടന്നു. ഐ ഹേർഡ് the squeaking and rustling of rats and mice running back and forth in the attic. ആ മച്ചിൻപുറത്ത് എലിക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെയും എന്തൊക്കെയോ കരണ്ട് തിന്നുന്നതിൻ്റെയും ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് എന്ന് പറഞ്ഞാൽ എലികൾ ഉണ്ടാക്കുന്ന ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമുണ്ടല്ലോ, അതിനാണ് സ്ക്വീക്കിംഗ് എന്ന് പറയുന്നത്. റസ്ലിംഗ് ഓഫ് റാറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കരണ്ട് തിന്നുമ്പോൾ ഉള്ള ഒരു ശബ്ദമുണ്ടല്ലോ, അതിൻ്റെ പല്ല് തടിയിലൊക്കെ ഉരഞ്ഞിട്ടുണ്ടാവുന്ന ശബ്ദം, അതിനാണ് റസ്ലിംഗ് എന്ന് പറയുന്നത്. In my mind, I went over every Christmas before and during the war. അവിടെ അങ്ങനെ കിടക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിനും അതിനുശേഷമുള്ള ഓരോ ക്രിസ്മസും എൻ്റെ മനസ്സിലിങ്ങനെ മിന്നിമറയുവാൻ തുടങ്ങി. At first, I had a home, parents, 2 sisters and brother. അദ്ദേഹം ഓർക്കുകയാണ്, യുദ്ധം തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു വീടുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. Then we had no home of our own anymore. ബട്ട് വി വെർ ടുഗെദർ. യുദ്ധത്തിൽ ആദ്യം ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, പക്ഷേ അപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷെ പിന്നീട് ഞാൻ ഒറ്റപ്പെട്ടു, എങ്കിലും എനിക്ക് ചുറ്റും മറ്റുള്ളവരുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ ഞാൻ ലോകത്തിലെ മറ്റാരേക്കാളും കൂടുതൽ ഏകനായിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ if I want to live. ഞാൻ ജീവനോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായും ഏകാന്തതയിൽ കഴിയേണ്ടി വരും. ഈ ചിന്തകളെല്ലാം അദ്ദേഹത്തെ അവിടെ ആ മച്ചിൻപുറത്തെ കോച്ചിപ്പിടിക്കുന്ന തണുത്ത രാത്രിയുടെ ഏകാന്തതയിൽ ചുറ്റി വരികയാണ്. On 14th January, unusual noises in the building and the street outside woke me. ജനുവരി 14 കെട്ടിടത്തിനകത്തും പുറത്തുമുള്ള അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. Soldiers ran up and down the stairs and I heard agitated nervous voices. സൈനികർ വേഗത്തിൽ ആ കോണിപ്പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. വളരെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള, അതായത് ഉത്കണ്ഠയോടുകൂടിയുള്ള സംസാരങ്ങളും എനിക്ക് കേൾക്കാം. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. ജനുവരി 15 രാവിലെ നേരത്തെ ശാന്തമായിരുന്ന ആ പീരങ്കി വീണ്ടും ശബ്ദിച്ചു തുടങ്ങി. The ground and the wall of the building shook under the constant dull thunder. ഇടിവെട്ടുന്നത് പോലെയുള്ള തുടർച്ചയായ ആ പീരങ്കി ശബ്ദത്തിൽ സ്പിൽമാൻ ഒളിച്ചിരുന്ന ആ കെട്ടിടത്തിൻ്റെ ചുമരുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. 3 hours later, the heavy artillery fire died down again, but I was nervous as ever. 3 മണിക്കൂറുകൾക്ക് ശേഷം ആ തീവ്രമായ പീരങ്കി ശബ്ദം മിക്കവാറും കെട്ടടങ്ങി, പക്ഷേ ഞാൻ അപ്പോഴും വളരെ ഉത്കണ്ഠയിലായിരുന്നു. I did not sleep at all that night. ആ രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. The street fighting would begin at any moment and I could be killed. ആ തെരുവ് യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആരംഭിക്കാം, ഞാൻ കൊല്ലപ്പെട്ടേക്കാം. The night passed peacefully. എന്നാൽ ആ രാത്രി ഒന്നും സംഭവിച്ചില്ല, അത് വളരെ ശാന്തമായി കടന്നുപോയി. Around 1 o'clock, I heard the remaining Germans leaving the building. ഏകദേശം 1:30 മണിയോടെ അവശേഷിച്ച ജർമ്മൻ സൈനികരും ആ കെട്ടിടം വിട്ടുപോകുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. എങ്ങും നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. കെട്ടിടത്തിന് പുറത്തുള്ള ഗാർഡുകളുടെ കാൽപെരുമാറ്റങ്ങളും കേൾക്കുന്നില്ല. നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് എ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റിസോണന്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. അടുത്ത ദിവസം പുലർച്ചെ മാത്രമാണ് ആ നിശബ്ദതയ്ക്ക് ഭംഗം വരുന്നത്, പക്ഷേ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു ശബ്ദമായിരുന്നില്ല. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ were broadcasting announcements in Polish of the defeat of the Germany
ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. ഇവിടെ അടുത്തെവിടെയോ സ്ഥാപിച്ചിരിക്കുന്ന റേഡിയോ സ്പീക്കറുകളിലൂടെ പോളിഷ് ഭാഷയിലുള്ള അനൗൺസ്മെൻറ്റ് മുഴങ്ങുകയാണ്. ജർമ്മനിയുടെ തോൽവിയും വാർസോയുടെ വിമോചനവുമാണ് ഇവിടെ പോളിഷ് ഭാഷയിൽ മുഴങ്ങുന്നത്. ദ ജർമ്മൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ഒരു ചെറുത്തുനിൽപ്പ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ജർമ്മൻ സൈന്യം പിൻവാങ്ങിയിരിക്കുന്നു. As soon as it began to get light, I prepared feverishly for my first venture out, which means as soon as the morning started and the sky began to get brighter, Spielmann started getting ready very quickly and with a lot of energy. That's what feverishly means, like he was in a hurry or excited, because he was about to go outside for the first time in a while. Venture out means to go out, യൂഷ്വലി വെൻ ഇറ്റ്സ് റിസ്കി ഓർ അൺഫെമിലിയർ. അതായത് വെളിച്ചം പതിയെ വീണു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള തിടുക്കത്തിൽ വളരെ ആവേശത്തോടു കൂടിയിരുന്നു. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. ആ കൊടിയ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ജർമ്മൻ ഓഫീസർ എനിക്കായി ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് വെച്ചിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട്ഡ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുട് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. ഞാൻ ആ കോട്ട് നേരത്തെ തന്നെ എടുത്ത് ധരിച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പുറത്ത് തെരുവിൽ വീണ്ടും ഗാർഡുകളുടെ ബൂട്ടുകൾ വളരെ റിതമിക്കായിട്ട് ശബ്ദിച്ചു തുടങ്ങിയത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ? എന്നാൽ സോവിയറ്റ് സൈന്യവും പോളിഷ് സൈന്യവും പിന്മാറിയോ? അദ്ദേഹം കൺഫ്യൂഷനിലായി. ഐ സാങ്ക് ഓൺ മൈ മാട്രസ് utterly dejected and lay there until something new come to my ears, the voice of women and children, which means he lay down on his mattress, feeling completely sad and hopeless. That's what utterly dejected means. Then he heard something new, the voice of women and children, which caught his attention. എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ നിരാശയോടെ ആ മെത്തയിൽ വീണ് കിടന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ചില അടയാളങ്ങൾ അദ്ദേഹം പുറത്ത് കണ്ടിരുന്നുവെങ്കിലും ആ സൈനിക ബൂട്ടുകളുടെ താളത്തിലുള്ള ശബ്ദം അദ്ദേഹത്തെ വീണ്ടും നിരാശയിലേക്ക് വീഴ്ത്തി. കുറെ കഴിഞ്ഞപ്പോൾ പുറത്ത് സ്ത്രീകളും കുട്ടികളും സംസാരിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. എന്ത് വില കൊടുത്തും എനിക്ക് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാൻ കോണിപ്പടികൾ ഓടിയിറങ്ങി മുൻവാതിലിൽ തുറന്ന് പുറത്തേക്ക് തലനീട്ടി നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. മഞ്ഞ് നിറഞ്ഞ മങ്ങിയ ഒരു പ്രഭാതമായിരുന്നു അത്. ടു മൈ ലെഫ്റ്റ്, not far away, stood a woman soldier in a uniform that was difficult to identify at that distance. എൻ്റെ ഇടതുവശത്ത് അധികം ദൂരത്തല്ലാതെ ഒരു ലേഡി സോൾജിയർ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു യൂണിഫോമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. A woman with a bundle on her back was approaching from my right. എൻ്റെ വലതുവശത്ത് നിന്ന് ചുമലിലൊരു ഭാണ്ഡക്കെട്ടുമായി ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ടായിരുന്നു. When she came closer, I ventured to speak to her. അവൾ അടുത്തെത്തിയപ്പോൾ ഞാൻ ധൈര്യം സമ്പാദിച്ച് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, beckoning her over. Beckoning her over means making a gesture to ask someone to come closer. അതായത് അദ്ദേഹം ആ സ്ത്രീയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, വളരെ പതിയെ. She stared at me, dropped her bundle and took to her heels with a shriek of a German. Took to her heels എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്, which means she ran away quickly. അതുപോലെ with a shriek എന്ന് പറഞ്ഞാൽ screamed loudly, ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ്. അവൾ എന്നെ തുറിച്ചു നോക്കി. അവളുടെ കയ്യിലിരുന്ന ആ ഭാണ്ഡക്കെട്ട് വലിച്ചെറിഞ്ഞു. ഇതാ ഒരു ജർമ്മൻ എന്ന് അലറിക്കൊണ്ടോടി. Immediately the guard turned, saw me, aimed and fired the machine pistol. ഉടൻ തന്നെ അവിടെ നിന്നിരുന്ന ആ ലേഡി ഗാർഡ് എൻ്റെ നേരെ തിരിഞ്ഞു. എന്നെ നോക്കി തോക്ക് ചൂണ്ടി ലക്ഷ്യം വെച്ചു. അവളുടെ പിസ്റ്റോൾ ശബ്ദിച്ചു. The bullet hit the wall and without thinking I rushed up the stairs and took refuge in the attic. ഭാഗ്യമെന്ന് പറയട്ടെ, അവൾക്ക് ഉന്നം തെറ്റി. ആ വെടിയുണ്ടകൾ ചുമരിൽ തറച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ കോടിപ്പണികൾ ഓടിക്കയറി ആറ്റിക്കിൽ ഓടി ഒളിച്ചു. Looking out of my little window, a few minutes later, I saw that the whole building was surrounded. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എൻ്റെ ചെറിയ ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ മുഴുവൻ കെട്ടിടവും വളഞ്ഞു നിൽക്കുന്ന സൈനികരെയാണ് ഞാൻ കാണുന്നത്. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. സൈനികർ തമ്മിൽ വിളിച്ചു പറയുന്ന ശബ്ദം, അതിനുശേഷം വെടിയൊച്ചയും ഗ്രനേഡുകൾ പൊട്ടുന്ന ശബ്ദവും എനിക്ക് കേൾക്കാം.
ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഇപ്രാവശ്യം എൻ്റെ സ്ഥിതി തീർച്ചയായും വളരെ ഫോളിഷായി തോന്നി എനിക്ക്. അബ്സേർഡ് മീൻസ് വെരി സ്ട്രേഞ്ച് ഓർ ഫോളിഷ്. I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. സ്വാതന്ത്ര്യത്തിൻ്റെ വക്കിൽ വിമുക്തമായ വാർസോയിൽ, അതും ഒരു പോളിഷ് വംശജനായ ഞാൻ, പോളിഷ് സൈനികരാൽ തന്നെ വെടിയേറ്റ് മരിക്കേണ്ടി വരുമെന്ന നിലയിലായിരുന്നു ഞാൻ. Feverishly, I began to wonder how I could make them realize that I was a Polish before they dispatched me to the next world as a German hiding. ഇവർ എന്നെ പരലോകത്തേക്ക് അയക്കും മുന്നേ ഞാനൊരു പോളിഷ് പൗരനാണെന്ന് ഇവരെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വളരെ കൂലങ്കഷമായി ചിന്തിച്ചു. I began coming down the stairs, shouting as loud as I could, "Don't shoot, I'm a Polish." ഞാൻ പതിയെ ആ പടികൾ ഇറങ്ങാൻ തുടങ്ങി. എന്നാലാവും വിധം ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, വെടിവെക്കരുത്, ഞാൻ ഒരു പോളിഷ് പൗരനാണ്. Very soon I heard a swift footsteps climbing the stairs. ഉടൻ തന്നെ വളരെ വേഗത്തിൽ പടികൾ കയറി വരുന്ന ഒരു കാലൊച്ച ഞാൻ കേട്ടു. The figure of a young officer in Polish uniform with the eagle on his cap came into view. ഇപ്പോൾ വളരെ ചെറുപ്പക്കാരനായ പോളിഷ് യൂണിഫോമിലുള്ള, തലയിൽ ധരിച്ചിരിക്കുന്ന തൊപ്പിയിലൊരു ഈഗിൾ ചിഹ്നമുള്ള ഒരു യുവ ഉദ്യോഗസ്ഥനെ എനിക്ക് കാണാം. He pointed a pistol at me and shouted, "Hands up." അവൻ പിസ്റ്റൾ എനിക്ക് നേരെ ചൂണ്ടി ഉച്ചത്തിൽ പറഞ്ഞു, കൈകൾ ഉയർത്തു. I repeated my cry of, "Don't shoot, I'm a Polish." വെടിവെക്കരുത്, ഞാൻ പോളണ്ടുകാരനാണ്, ഞാൻ വീണ്ടും വേദനയോടെ ആവർത്തിച്ചു. The lieutenant went red with fury. ആ ഓഫീസർ ക്രോധം കൊണ്ട് ചുവന്നു തൊടുത്തു. Then, "Why in God's name don't you come down?" he roared. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നില്ല? And, "What are you doing in the German coat?" നീ എന്തിനാണ് ഈ ജർമ്മൻ കോട്ട് ധരിച്ചിരിക്കുന്നത്? Only when the soldiers had a closer look at me and reviewed the situation did they really believe I wasn't a German. ആ സൈനികർ എന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാനൊരു ജർമ്മൻ അല്ല എന്നവർക്ക് ബോധ്യമായത്. Then they decided to take me to their headquarters so that I could wash and have meal. അതിനുശേഷം അവരെന്നെ തങ്ങളുടെ ആസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയാൽ എനിക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും സാധിക്കുമല്ലോ. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. 2 ആഴ്ച സൈനികരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാർസോയിലെ തെരുവിലൂടെ ഭയം കൂടാതെ നടന്നു. 6 വർഷത്തിന് ശേഷം സ്വതന്ത്രനായി. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഞാൻ നോക്കി. അവിടെയാണ് ഒരിക്കൽ ജൂതരെ അടച്ചിട്ടിരുന്ന ഗെട്ടോ. 50 ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ ഇനി ഒന്നും ബാക്കിയില്ല. അയാൾ ഗെറ്റോയെ നോക്കി നെടുവീർപ്പെട്ടു. Tomorrow I must begin a new life with nothing but death behind me. നാളെ എനിക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം, ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട്. എൻ്റെ മുന്നിൽ ഒന്നുമില്ല, പക്ഷേ എൻ്റെ പിന്നിൽ മരണമുണ്ട്. I went on my way. ഞാൻ ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. In the attic highlights the deep impact of war on individuals, especially innocent civilians like children and women. Through the character of Spillman, the chapter reveals the power of hope, courage, and the will to survive even in the darkest time. In the attic എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. യുദ്ധം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന അതിദാരുണ സംഭവങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. ഷ്പിൽമാൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രതീക്ഷയും ധൈര്യവും, അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ ഭീതിജനക സാഹചര്യങ്ങൾക്കിടയിലും അതിജീവിക്കാമെന്ന് ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. In short, what we have learned in this chapter is that empathy, kindness, and resilience can shine even during human-made disasters like war. It reminds us never to lose humanity, no matter how harsh the circumstances. യുദ്ധം പോലെയുള്ള ദുരന്തങ്ങളുടെ സമയത്തും കരുണയും മനുഷ്യത്വവും ആർക്കും നഷ്ടപ്പെടരുത്. പ്രതീക്ഷയും മനോബലവുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നതെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചാപ്റ്റർ മനോഹരമായ വിഷ്വൽസിലൂടെ ആസ്വാദ്യകരമായി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഞാൻ നടത്തിയ ഈ എളിയ പരിശ്രമം നിങ്ങളുടെ മനസ്സിൽ ഇടം നേടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് പങ്കുവച്ചാൽ അത് എന്നെ ഏറെ സന്തോഷിപ്പിക്കും. ഉടൻ തന്നെ നമ്മുടെ ആദ്യ അധ്യായമായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിൻ്റെ Q&A സെഷനുമായി തിരിച്ചെത്തുന്നതായിരിക്കും. അതിൻ്റെ
എക്സ്പ്ലെയിനർ വീഡിയോകൾ ഇതിനകം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദം ഈസിലി. നിങ്ങൾ ഇതുവരെ ആ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ Q&A സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അവ കാണാൻ മറക്കരുത്. നിങ്ങളിത് വളരെ ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. I hope my humble attempt to explain this chapter in an engaging way, supported by exciting visuals, has been meaningful and enjoyable for you. If you found helpful, please consider sharing this effort with others. It would truly mean a lot to me. I'll be back soon with a Q&A session for the first chapter, A Very Old Man with Enormous Wings. The explainer videos for that chapter are already available in our channel. So if you haven't watched them yet, do check them out before Q&A. That's all for now. Thank you for watching. Don't forget to like the video and subscribe the channel. See you in the next one.